കുവൈറ്റിൽ നിന്നും നാട് കടത്തപ്പെട്ട ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ സംസ്കാരം ഇന്ന് കൊച്ചിയിൽ നടക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കളമശ്ശേരി മുനിസിപ്പൽ പൊതു ശ്മശാനത്തിലാണ് ലാമയുടെ സംസ്കാരം നടക്കുക. അതേസമയം സൂരജ് ലാമയുടേത് കൊലപാതകമാണ് എന്ന് ഭാര്യ റിനി ലാമ ആരോപിച്ചു. Help us, please help for my husband. I'm requesting to you. Please help us for this hospital. They didn't look after my husband. They didn't give any respect for my husband. I'm requesting to people, all the channels, please help us. Please Kerala channels, please help us for my husband. I'm begging to you, please. Please, me and my husband, please, for my son, please help us. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകി. അതേസമയം ഗുരുതരമായ ഒരു ആരോപണം അത് ഭാര്യ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇത് കൊലപാതകമാണ് എന്ന് തുടങ്ങി പല കാര്യങ്ങളും പറയുന്നുണ്ട്. സ്വാഭാവികമാണ്, കാരണം വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രക്ഷിക്കാമായിരുന്നു, കണ്ടുപിടിക്കാമായിരുന്നു, പക്ഷേ അതിലും അലംഭാവം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതികരണവും വരുന്നത്. എന്താണ് കുടുംബം പറയുന്നത്? ഈ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ എങ്ങനെയായിരിക്കും? ഒപ്പം കുടുംബം ഇനി എങ്ങനെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് പോവുക? സൂരജ് ലാമയുടെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. കളമശ്ശേരിയിലെ നഗരസഭയുടെ പൊതു ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം ലാമയുടെ കുടുംബം പ്രതികരിച്ചത് അതിവൈകാരികമായിട്ടാണ്. ഭാര്യ ആരോപിച്ചിരിക്കുന്നത് ലാമയുടേത് കൊലപാതകമാണെന്നുള്ളത്. അതൊരു മിസ്സിംഗ് കേസല്ല, ഇതൊരു കൊലപാതക കേസാണെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം അവർ പറയുന്നതിന് ചില അടിസ്ഥാനങ്ങൾ കൂടിയുണ്ട്. ഈ മിസ്സിംഗ് കേസ് മകൻ നൽകിയതിനു ശേഷം സൂരജ് ലാമയെ തൃക്കാക്കര പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് സൂരജ് ലാമയെ ഇവിടെ നിന്ന് കാണാതാകുന്നതും പിന്നീട് ആഴ്ചകൾക്ക് ശേഷം സമീപത്തെ കുറ്റിക്കാട്ടിൽ മരിച്ചതിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിരുന്നില്ലെങ്കിൽ സൂരജ് ലാമ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം അത് ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ സംഭവം നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ള പരാമർശം നടത്തിയത്. ആ കുടുംബത്തോട് ഹൈക്കോടതി നേരിട്ട് തന്നെ ക്ഷമാപണം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഹേബിയസ് കോർപ്പസ്, മകൻ സന്തൻ ലാമ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ആണ് ഹൈക്കോടതിയിൽ മുന്നിലുള്ളത്. ഈ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ കോടതി എന്ത് തീരുമാനം എടുക്കുമെന്ന് അടുത്ത ഘട്ടങ്ങളിൽ വ്യക്തമാകും. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. ഒരു സിസ്റ്റത്തിന്റെ ഇരകളാണവർ എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഒക്ടോബർ 5-നാണ് സൂരജ് ലാമ, ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമ കുവൈറ്റിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്നത്. അതിനുശേഷം 8-ാം തീയതി മകൻ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്നു. ഇപ്പോഴും ഓർമ്മയുള്ള കാര്യം, ആ മകൻ മാതൃഭൂമി ഓഫീസിൽ ഒരു മിസ്സിംഗ് വാർത്ത നൽകാൻ അല്ലെങ്കിൽ പരസ്യം നൽകാൻ വേണ്ടി, അച്ഛനെ കാണുവാനില്ല എന്നുള്ളൊരു പരസ്യം നൽകാൻ വേണ്ടിയാണ് എത്തിയത്. അങ്ങനെയാണ് അത് ശ്രദ്ധയിൽപ്പെടുകയും അത് നമ്മൾ വലിയ വാർത്തയായി കൊടുക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് വലിയ അന്വേഷണം ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായി. പലരും ലാമയെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, ലാമ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് 8-ാം തീയതി അതിനുശേഷമാണ് ഈ ആശുപത്രിയിൽ കൊണ്ടുവരികയും ആശുപത്രിയിൽ നിന്ന് കാണാതാവുകയും പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് കുറ്റിക്കാട്ടിൽ നിന്ന് ഈ ലാമയുടെ മൃതദേഹം എന്ന് പറയുന്നത് അഴുകിയ അവസ്ഥയിലായിരുന്നു ആ മൃതദേഹം ഉണ്ടായിരുന്നത്. അതായത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ലാമ മരിച്ചിരുന്നു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. തുടർന്നാണ് ഈ മൃതദേഹത്തിന്റെ DNA പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് കഴിഞ്ഞ ദിവസം ഈ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ സൂരജ് ലാമയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ആ കുടുംബത്തിന് ഇന്ന് ആ മൃതദേഹം കൈമാറുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം അവരിപ്പോൾ കളമശ്ശേരി പൊതു ശ്മശാനത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും.